ഹംസ. രണ്ട് ടൈപ്പ് ഹംസയാണ് നമുക്കുള്ളത്. ഒന്ന് ഹംസത്തുൽ ഖത്അ, രണ്ടാമത്തേത് ഹംസത്തുൽ വസുൽ. ഖത്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് എന്നാണ് അർത്ഥം. എന്നാൽ വസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് എന്നാണ് അർത്ഥം. ആദ്യം നമുക്ക് ഹംസത്തുൽ ഖത്അ എന്താണ് എന്ന് നോക്കാം. ഇപ്പൊ ജുംല വായിക്കുമ്പോൾ, ഉദാഹരണം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് കൂടി മനസ്സിലാവും. ഒന്നാമത്തെ ഉദാഹരണം, അന ഉഹിബ്ബു ഉമ്മി. അന ഉഹിബ്ബു ഉമ്മി. അഅൻത മുദർരിസുൻ. അഅൻത മുദർരിസുൻ. അന ഉഹിബ്ബു, ഐ ലവ് ഉമ്മി, മൈ മദർ, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നു. അഅൻത മുദർരിസുൻ, ആർ യു ടീച്ചർ, നീ ഒരു ടീച്ചർ ആണോ, നീ ഒരു അധ്യാപകനാണോ? അതാണ് ഈ ജുംലയുടെ അർത്ഥം. ഇനി നോക്കാം, അന ഉഹിബ്ബു ഉമ്മി. ഇതിന്റെ തുടക്കത്തിൽ ബിഗിനിങ്ങിൽ ഹംസ വന്നിട്ടുണ്ട്. മിഡിൽ എടുത്ത് നോക്കിയാൽ അവിടെയും ഹംസയുണ്ട്. ഏറ്റവും എൻഡിങ്ങിലുള്ള വാക്കും ഹംസ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു ജുംല നമ്മൾ വായിക്കുമ്പോൾ ആ ഹംസയെ നമ്മൾ എന്താക്കുന്നുണ്ട്, എല്ലാ ഇടങ്ങളിലും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. എവിടെയും നമ്മൾ അതിനെ സൈലന്റ് ആക്കുകയോ ഒരു വാക്കിനെ മറ്റൊരു വാക്കിനോട് കണക്ട് ചെയ്തുകൊണ്ട് വായിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് ഹംസത്തുൽ ഖത്അ. രണ്ടാമത് നോക്കിയട്ടെ, രണ്ട് ഹംസ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താക്കുന്നുണ്ട്, ആ രണ്ട് ഹംസയെയും നമ്മൾ വായിക്കുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്. അഅൻത, അഅൻത, അഅൻത മുദർരിസുൻ. ആ ജുംലയിലും വന്നിരിക്കുന്നത് ഹംസത്തുൽ ഖത്അ ആണ്. അതായത് അത് ബിഗിനിങ് ആയപ്പോഴും ഇനി മിഡിൽ വന്നപ്പോഴും ഒക്കെ നമ്മൾ എന്താക്കി, അതിനെ ഉച്ചരിച്ചു, അതിനെ പ്രൊനൗൺസ് ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഹംസയാണ്. അതായത് തുടക്കത്തിലാണ് എങ്കിലും, ഒരു ജുംലയുടെ നടുവിലാണ് എങ്കിലും, എൻഡിങ്ങിലാണ് എങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ ഉച്ചരിക്കുന്ന, സൈലന്റ് ആക്കാത്ത ഹംസയെയാണ് നമ്മൾ ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നത്.